മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നറിഞ്ഞുകൊള്ളുക. ഈ ഗ്ലാസ് മണ്ണിൻ്റെ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് നല്ല അറിവുണ്ടായിരിക്കണം മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടെ ജീവിക്കാനാണ് ദൈവം ഈ ജീവിതം നൽകിയിട്ടുള്ളത്. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കിയത് പാപവും അതിൻ്റെ ഫലമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പതിച്ച മരണവുമാണ്. ഈ പാപത്തെയും മരണത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ വീണ്ടും സന്തോഷം കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ലോകം മുഴുവൻ നേടിയെടുത്താലും വലിയ സ്ഥാനത്ത് കയറിയിരുന്നാലും കുറേ കാശുണ്ടാക്കിയാലും ലോകസുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചാലും ഒരിക്കലും മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ച് ഈ സുവിശേഷം, അച്ഛനപ്പി പറഞ്ഞ സുവിശേഷം, ഈ സുവിശേഷമാണ് ഈ ലോകത്തിന് നൽകിയത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറൊന്നും തരാനല്ല, ജീവൻ നൽകാൻ, നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം നൽകാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറുതെ കയ്യിൽ കൊണ്ടുവന്ന് തരാനല്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി നിങ്ങളുടെ മേൽ പതിച്ച മരണമെന്ന ശിക്ഷയെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റിട്ട് ആ സന്തോഷം നമുക്ക് തരാനാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അതാണ് ഉത്ഥാനം എന്ന് പറയുന്ന മഹാരഹസ്യം. മനുഷ്യൻ ഈ ലോകത്തിലെ മരണം വരെ ചിന്തയുള്ളൂ. അതുവരെ ജീവിക്കാൻ വേണ്ടതായ സ്വത്ത്, മക്കൾക്ക് വേണ്ടി മരണം വരെ ജീവിക്കാൻ വേണ്ടതായ വീട്, സ്വത്ത്, അതുവരെ കഴിയുമ്പോൾ മനുഷ്യൻ അവസാനം ചിന്തിക്കുന്നത് ഒക്കെ കഴിഞ്ഞുട്ടാ. അവിടെയാണ് യേശു ക്രിസ്തു മനുഷ്യകുലത്തിനോട് പറഞ്ഞത്, ഇല്ലട്ടാ, കഴിഞ്ഞിട്ടില്ല, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ മനുഷ്യനിപ്പോഴും കഴിഞ്ഞിട്ടില്ല. മനുഷ്യനിപ്പോഴും ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഭൗതികമായ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം. എത്ര ആരോഗ്യം സൂക്ഷിച്ചാലും ഡേവിസ് ചെർമലച്ചൻ ഒരു ദിവസം മണ്ണായി മാറും. ഞാൻ മണ്ണാവില്ലട്ടാ, കാരണം എന്ന് വെച്ചാൽ എന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫോർമാലിൽ നിന്നുള്ള വെള്ളത്തിൽ കിടക്കാനാണ് പോണത്. ഇപ്പം ഞാൻ മണ്ണാവാൻ കുറേ നാളെടുക്കും മണ്ണാവാനായിട്ട്. ഈ ശരീരമല്ല, ഈ ശരീരത്തിനുള്ളിലുള്ള കഴിവുകളല്ല പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ടത്, നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളോട് ചേർന്ന് ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഉത്ഥാനത്തിൻ്റെ സന്തോഷം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞെന്നറിയോ, മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ശിഷ്യന്മാരെ കർത്താവ് കണ്ടു. ഉയർത്തെഴുന്നേറ്റിട്ട് സംശയം, ഞാനാണെന്ന് അല്ല, അപ്പോ ഇത് ഭൂതം എന്നുള്ളത് ഞാനാണ്, തൊട്ടോക്ക് വല്ല മീനുണ്ട അങ്ങോട്ട് ഞാൻ തിന്നതോ കാണിച്ചു തരാം. പത്രോസും തോമാസ് ലീഹായും യാക്കോബ് യോഹന്നാനും കണ്ണുരുട്ടി നോക്കിയ കർത്താവ് എന്നോട്, ഇടും ഞാനാന്ന്. നിങ്ങൾക്കത് കണ്ട മനസ്സിലാവില്ല, കാരണം നിങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മനുഷ്യൻ ലോകത്ത് മാത്രം കാണുന്ന ഒരു കണ്ണ, സ്വർഗത്തെ കാണാനുള്ള കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എമ്മാവുസിൽ പോയി ശിഷ്യന്മാരുടെ കണ്ണങ്ങടെ തുറന്നപ്പോൾ അവർ കണ്ടു, യേശു ക്രിസ്തുവിനെ കണ്ടു. ഭൂമിയിൽ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന യേശു ക്രിസ്തു, അവർ കൊണ്ടുപോയി അടക്കിയ യേശു ക്രിസ്തു, മഹത്വപൂർണമായ ശരീരം, പണ്ടത്തെ ശരീരമല്ല, ആ ശരീരമല്ല, മഹത്വപൂർണമായ ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത് ഈ നൈമിഷികമായ കൊച്ചു ജീവിതത്തിൽ ആ സ്ഥാനം, ഈ സ്ഥാനം, ആ സുഖം, ഈ സുഖം, ഒരു വീട്, കല്യാണം കഴിച്ചു, ഭർത്താവ്, മക്കള്, കുട്ടികള്, ഇതെല്ലാം മായയാണെന്ന് ഇവിടെ സോളമൻ പറഞ്ഞിട്ടില്ലെന്ന്, ഒക്കെ മായയാണ് മക്കളെ, മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രതീക്ഷയുടെ മരണമുണ്ട്, നിരാശയുടെ മരണമുണ്ട്. എത്രയോ മരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില മനുഷ്യരുടെ മരണസമയത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും പ്രതീക്ഷ. ആ മനുഷ്യന്റെ മുഖത്ത് കാണുന്നത് സ്വർഗമാണ്. നിരാശ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലില്ല. എന്നാൽ ചില മനുഷ്യരോ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണ, ആരുമില്ല, എനിക്ക് അമ്മയുമില്ല, ഭർത്താവും ഇല്ല, ഭാര്യയില്ല, മക്കളില്ല, എനിക്ക് ആരും വേണ്ട, ഞാൻ ചത്തു പോവാണെന്ന്. നിരാശയുടെ മരണം. കുറേ പേര് അയാളെ സ്നേഹിച്ചു, കുറേ സമ്പത്തുണ്ടാക്കി, അവസാനം സ്നേഹിച്ചവരൊക്കെ കൈവിട്ടു പോണു,
സമ്പാദിച്ചതൊക്കെ കൈവിട്ടു വീണു. അപ്പോൾ കൈപിടിക്കാൻ കർത്താവുണ്ട്, നിന്റെ വലത്ത് കരം ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന കർത്താവിന്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആരായിട്ട് എന്താ കാര്യം പ്രിയമുള്ളവരെ? വലിയ പ്രധാനമന്ത്രിയാവാം, ലോകത്തിൽ വലിയ മനുഷ്യനാകാം, ഉള്ളിലുണ്ടാകണം. അതാണ് നമ്മൾ വായിക്കുക, വചനത്തിൽ വായിക്കുക. എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ 2 കൊരിന്തോസ് 13:5 യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്ന് പൗലോസിലെ ചോദിക്കണത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, 1 യോഹന്നാൻ 4:4 പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഇത് എളുപ്പമല്ല, ലോകത്തിൽ നിന്ന് മനസ്സിലാവില്ലേ? നമ്മൾ എവിടെ നിന്നുള്ളവരാ പ്രിയമുള്ളവരെ? ദൈവത്തിൽ നിന്ന് വന്നവരാണ്, ദൈവത്തിന്റെ പക്കലേക്ക് പോകുന്നവരാണ് നമ്മൾ. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ബോധ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കലാണ് ഈ ഉത്ഥാനം. പത്രോസ് ഓടി, യോഹന്നാൻ ഓടി, 2 ആളും ഓടിയിട്ട്. പ്രായമായിട്ടുള്ള പത്രോസ് കുറച്ച് വൈകിട്ട് വന്നേ, യോഹന്നാൻ കല്ലറ വരെ ഓടി. കല്ലറയുടെ വക്കത്ത് വന്നപ്പോൾ ആള് ഒന്ന് സംശയിച്ചു, ആരാണെങ്കിലും ഇപ്പോൾ മരിച്ച ഒരാളുടെ കല്ലറയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് കർത്താവാണെന്ന് അപ്പം മനസ്സിലായിട്ടില്ലല്ലോ. പത്രോസ് ഒന്ന് ചെങ്കട മാറാന്ന് പറഞ്ഞു. മാറിയ ആൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി. എന്തുട്ട കണ്ണ്? വസ്ത്രം മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ ശരീരം കാണാനില്ലേ? അവിടെയാണ് പത്രോസ് ആയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ മൂലക്കല്ലാണ് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം. നമ്മളൊരു ക്രിസ്ത്യാനി മരിക്കുന്നത് നിരാശപ്പെട്ടിട്ടല്ല. അവൻ ഈ ലോകത്തിലെ ലോക സമ്പാദ്യത്തിന് വേണ്ടി അധ്വാനിച്ചവനാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശ. സമ്പാദിച്ച് കോടികൾ സമ്പാദിച്ച് കുറേ ഏക്കർ സ്ഥലമുണ്ട്, വലിയ സമ്പാദ്യം ഉണ്ടാക്കിയ മനുഷ്യരൊക്കെ മരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും കരഞ്ഞിട്ടല്ലേ പോണേ പ്രിയമുള്ളവരെ? ഒന്നുമില്ലാതെ വസ്ത്രം പോലും നറുക്കിട്ടെടുത്തറ എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മേനെ പോലും ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് തൻ്റെ രക്തവും ശരീരവും തന്നിട്ട് യേശു ക്രിസ്തു പോകുമ്പോൾ നിരാശയാണോ? എല്ലാം കൊടുത്തു പോകുന്ന കർത്താവിന് സന്തോഷമാണ്. പോണ സമയത്ത് തൊട്ടടുത്ത് കിടന്ന് നിരാശപ്പെടുന്ന ഒരു മനുഷ്യനെ പോലും കൂടി എന്തെന്റെ പ്രശ്നം, ഞാൻ കള്ളനാണ്, എന്നെ എല്ലാവരും കുറിച്ച് തറച്ചു, എന്നാലും ഓർക്കണില്ല, നീ പേടിക്കണ്ട, എൻ്റെ കൂടെ പോന്നോളാം പറയണത്. ആ വാക്കിന്റെ അർത്ഥമെങ്കിലും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ക്രിസ്ത്യാനി എന്താ മനസ്സിലാക്കേണ്ടത്? ആ മരിക്കണ സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞത് ആ നല്ല കള്ളനോട് എൻ്റെ കൂടെ നീ പർദീസയിലാണെന്ന്. ആ വിശ്വാസം, ആ പർദീസ സമ്പാദിക്കാനല്ലേ പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്? ഇത് ഈ ലോകത്തിൽ എന്തൊക്കെയോ സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടിയിരുന്നിട്ട് അവസാനം എല്ലാം കൂടി പോകും. എല്ലാം കരയരുത്, സന്തോഷിക്കണം. ദൈവം തന്ന നന്മകളോർത്ത് സന്തോഷിച്ച് അതെല്ലാം എനിക്ക് ആര് തന്നുവോ അവന്റെ പക്കലേക്കാണ് എൻ്റെ യാത്ര എന്നുള്ള പ്രതീക്ഷയുടെ മരണം. പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിലേക്ക്. നമ്മുടെ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോഴേ നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ ആരും പ്രശ്നമില്ലല്ലോ, അസൂയക്കാരോ പരദൂഷണക്കാരോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയുടെ വയറ്റിൽ ഫുള്ള് AC എന്ന്, എയർ കണ്ടീഷനല്ല എൻ്റെ ഉള്ളില്, സുഖമായിട്ട് കഴിയായിരുന്നു. 19 മാസം കഴിഞ്ഞപ്പോഴല്ലേ, അല്ല 19 അല്ല കേട്ടോ, 9 മാസം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ആക്കാൻ നോക്കി. കുട്ടി കിടന്ന് പിടക്കണത് എന്നെ പുറത്തേക്ക്, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഞാനിവിടെ ഇരിക്കുകയെന്ന്. കുട്ടിയുടെ വിചാരം, കുട്ടീന്ന് വെച്ചാൽ ഞാനും നിങ്ങളൊക്കെ കേട്ടാ, നമ്മുടെ വിചാരം പുറത്തെ പോയി നമ്മൾ ചാവുന്നു വിചാരിച്ചേ. അങ്ങനെയല്ലേ വിചാരം? അതുകൊണ്ട് ആ കുട്ടിക്ക് അറിയണേ, അയ്യോ എന്നെ പുറത്താക്കല്ലേ. അതൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കുട്ടിക്ക് അറിയാം എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ. സംഭവം ഇവിടെ വന്നപ്പോൾ കുട്ടിക്ക് ആകെ പേടിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി കുഴപ്പമില്ലട്ടാ, ഇത് ഭൂമി കുഴപ്പമില്ലട്ടാ. കുറെ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി. ആദ്യം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചതുപോലെയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയുടെ വയറ്റിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പോക്ക്. പിന്നെ എന്തിനാടോ നീ ആ കൊച്ചുകുട്ടി കരഞ്ഞതുപോലെ കരയണേ? കരയരുത്. നാം പോകുന്നത് നിത്യതയുടെ ഭവനത്തിലേക്കാണ്. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ലോകത്ത് സമ്പാദിക്കേണ്ടത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 12-ാം വചനം പറയുന്നത്, നീ സദ്യ ഒരുക്കുമ്പോൾ, അത്താഴ വിരുന്ന് കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ അല്ല വിളിക്കേണ്ടത്. എന്താ വിളിക്കേണ്ടതെന്ന് പറയണത്? അങ്ങനെ നീ വിളിച്ചാൽ അവര് നിന്നെ പകരം ക്ഷണിക്കും, അപ്പം നിനക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? നീ അങ്ങനെ ചെയ്യുമ്പോ നീ ദരിദ്രരെ, മുടന്തരെ, വികലാംഗരെ, കുരുടരെ നീ ക്ഷണിക്കണം. അവർക്ക് നീ സദ്യ കൊടുക്കണം. അവർക്ക് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈസ്റ്റർ അല്ലേ, ഈസ്റ്ററിന് നല്ല ഫുഡ് ഉണ്ടാക്കി, നല്ല ഇറച്ചി ബീഫൊക്കെ സംഭവം സെറ്റപ്പാക്കി വെച്ചിട്ട്, വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ സാധനം കൂടി ആയാൽ ഈസ്റ്റർ ഭംഗിയെന്ന് വിചാരിക്കണേ. എന്തുട്ടോ ഈ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഈസ്റ്റർ ആഘോഷിക്കുമ്പോ, അല്ല ഞാൻ വെറുതെ പറയാ, തൻ്റെ പ്രതീക്ഷ എവിടെയാ? കുപ്പിയിലല്ലടോ. കുപ്പിയിൽ പ്രതീക്ഷ വയ്ക്കുന്നവന് മരിക്കണ സമയത്ത് സമാധാനം കിട്ടില്ല കേട്ടാ.
കുപ്പിയിലല്ല നമ്മുടെ പ്രതീക്ഷ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആനന്ദം ഉള്ളിൽ കയറേണ്ട ദിവസമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അവൻ മരിക്കാനായിട്ട് അവൻ്റെ ജീവിതത്തെ സജ്ജമാക്കലാണ് ഈസ്റ്റർ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കല്ലറയിൽ നിൽക്കുന്ന മനുഷ്യരാണ് ക്രിസ്ത്യാനികൾ. അവൻ മരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു നിരാശയില്ല. അയ്യോ, എന്നെ സ്നേഹിച്ചവരൊക്കെ കൈവിടാണല്ലോ, ഞാൻ ഉണ്ടാക്കിയത് കൈവിട്ടുമ്പോൾ. എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ദൈവം തന്ന ബന്ധമേ ഉള്ളൂ. അപ്പനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ നീ സ്നേഹിച്ചതോ അവർ നിന്നെ സ്നേഹിച്ചതോ ആര് നിനക്ക് തന്നു? നിത്യനായ ദൈവം നിനക്ക് തന്ന സ്നേഹബന്ധങ്ങൾ. ആ ബന്ധങ്ങളെല്ലാം നിത്യനായ ദൈവത്തെ അറിയാനുള്ള ബന്ധങ്ങളാണ്. ശാശ്വത ബന്ധം ഒന്നുമില്ല ഈ ലോകത്ത്. അപ്പനെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ പറയുന്ന ബന്ധങ്ങൾക്കൊക്കെ ഇന്നു മുതൽ മരണം വരെ എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അപ്പൻ മരിച്ചുപോയി, അവരായിട്ട് ഇനി ലോകത്തിൽ ഒരു ബന്ധവും എനിക്കില്ല. വെറുതെ ബായി എൻ്റെ അപ്പൻ അമ്മ എന്ന് പറയലേ ഉള്ളൂ. എൻ്റെ ബന്ധം കർത്താവിനോടുള്ള ബന്ധമാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മരിച്ചുയർന്നേറ്റ കർത്താവിൽ കണ്ണടച്ച് പൂർണ്ണമായി സമർപ്പിക്കലാണ്. സന്തോഷത്തോടെ ജീവിക്കണോ. സങ്കടങ്ങളിലും സങ്കടകാലത്തും സന്താപകാലത്തും നാം കർത്താവിൽ സന്തോഷിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, കൂടെയുണ്ട്. പത്രോസ് പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞെരുക്കങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും. മറക്കരുത്, ഞാൻ കൂടെയുണ്ട്. ഇത് നൈമർഷികമായ ലോകം. ഞാൻ നിർത്തട്ടെ പ്രിയമുള്ളവരെ. ഈ ഈസ്റ്റർ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാതിൽ തുറക്കട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽ, കല്ലറയുടെ വാതിൽ തുറന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കൂ. സൽക്കർമ്മങ്ങൾ ചെയ്യൂ, നന്മകൾ ചെയ്യൂ. പള്ളിയിലിരുന്ന് മുഴുവൻ സമയം പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. അന്തോണേട്ടാ, ഇറങ്ങിപ്പോയിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ചെല്ല്. അവർക്ക് ജീവിതത്തിൽ ഉള്ളതെല്ലാം പങ്കുവെക്ക്. യേശു ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ ദിവസം ഇറച്ചിക്കൂട്ടം തിന്നിട്ടില്ല. അന്നേ ദിവസം നീ ഇറങ്ങിച്ചെല്ലണം. യേശു ക്രിസ്തു കാണിച്ചെന്ന മാതൃക മറ്റുള്ളവരോടുകൂടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം പങ്കുവെക്കേ. ഇപ്പം തന്നെ ഒരാൾ എന്നെ ഫോൺ വിളിച്ചോളച്ചോ, ഒരേ ഏക്കർ സ്ഥലമുണ്ട് വയനാട്ടിൽ, ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പോണെന്ന്. എന്തൊക്കെ കേൾക്കണെന്ന്. ഇതൊന്നും കേട്ട കാര്യമില്ല. അവസാനം കൊണ്ടുപോകാൻ പറ്റാവുന്ന സാധനം ഇപ്പം അടുത്ത ദിവസത്തെ ഞാൻ കണ്ട്. ഒരാൾ മരിച്ചിട്ട് ബോഡി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിട്ട് 2 റോള് പഞ്ഞി കത്രയും എടുത്തിട്ട് മൂക്കിലേക്ക് കയറ്റുന്നത് ഞാൻ കണ്ടു. എൻ്റെ അമ്മോ, ഞാൻ എന്തിനാ എത്ര പഞ്ഞി? ഇപ്പം ചോര വരാണ്ടിരിക്കാണ് വെച്ചാന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ആ കൂടി കൊണ്ടുപോകാൻ പറ്റാവുന്ന സാധനം 2 റോള് പഞ്ഞിയാണ്. വലിയ മൂക്കുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ 3 റോള് പഞ്ഞി തരാം, കുഴപ്പമില്ലല്ലോ, കൊണ്ടൊക്കോ. എന്നാ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടാ. സമാധാനമായിട്ട് മരിക്കണമെങ്കിൽ ഇവിടെ കൊടുത്തോ, അവിടെ കിട്ടും. നമ്മളിവിടെ കൊടുത്ത കൊല്ലത്ത് കിട്ടുന്നു, അത് ഈ വേറെ സാധനങ്ങളാണ്. പക്ഷെ ഇവിടെ കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വലിയ കനുള്ള ആളാവാൻ നോക്കണ്ട. കനലില്ലാത്ത യേശു ക്രിസ്തുവിനെ മനസ്സിലാക്ക്. നമ്മൾ സിമ്പിളാകണം. യേശു ക്രിസ്തുവിനെ പോലെ ഒരു മനുഷ്യനാകണം. മനുഷ്യനായ യേശു ക്രിസ്തു, മനുഷ്യർക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു, മനുഷ്യരെ രക്ഷിക്കുവാൻ മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ. ഹാപ്പി ഈസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും.